പറഞ്ഞു മണ്ണിനെ മുറിക്കുവാൻ വരുന്നവർ, മനസ്സടച്ചു മനിതനെ തിരിക്കുവാൻ തുനിഞ്ഞവർ. അവൻ തൊടുത്തെരിഞ്ഞിടും വെറുപ്പു തൊട്ടൊരമ്പുകൾ പറിച്ചെറിഞ്ഞു നാം പുലർന്ന സ്വപ്നഭൂമി കാത്തി. വർഗീയതയുടെ വിഷസർപ്പങ്ങൾ സാധാരണക്കാരന്റെ സ്വകാര്യ വിഹായസിൽ പോലും കയറി മേയുമ്പോൾ, കടിക്കുന്ന ഭക്ഷണത്തിന്റെയും നടക്കുന്ന വഴിയുടെയും പേരിൽ സവർണ ഫാസിസത്തിന്റെ കുറുവടികളും കൊലക്കത്തികളും അധസ്ഥിതന്റെ ഉടലിനു നേരെ വീശുമ്പോൾ അരുതെന്ന് കൈചൂണ്ടി ഗർജിക്കാൻ കരുത്തു കാട്ടുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനം DYFI 1987 മനുഷ്യച്ചങ്ങലയും 1989 മനുഷ്യക്കോട്ടയും 1999 മനുഷ്യ ശൃംഖലയും തീർത്ത് സമരമുഖത്ത് പുതിയൊരധ്യായം എഴുതി ചേർത്ത DYFI ഇന്ത്യൻ ഭരണകൂടം യുവതയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമ്പോൾ, തൊഴിലില്ലായ്മ ആകാശം മുട്ടെ ഉയരുമ്പോൾ ഇന്ത്യൻ യുവതയുടെ പോരാട്ട വീര്യത്തിന് DYFI ദിശാസൂചകമാകുന്നു. രാജ്യമൊന്നാകെ അതിസമ്പന്നർക്ക് വിറ്റുതുലച്ചു, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു, തസ്തികകൾ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്ത് തൊഴിൽ നിഷേധിക്കുന്നവർക്കെതിരെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും കാറ്റിൽ പറത്തി സെക്യുലർ ഇന്ത്യയെ സംഘപരിവാരത്തിന്റെ ഫാസിസ്റ്റ് കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്ന, അർഹമായ നികുതി പണം പോലും നിഷേധിച്ച് കേരളത്തെ കഴുത്തു നെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും നെറികേടുകൾക്കുമെതിരെ പൊള്ളുന്ന പ്രതിഷേധമുയർത്തി പുരോഗമന യുവത്വം തെരുവിൽ തന്നെയാണ്. ഇന്ത്യൻ യുവത്വത്തിന്റെ സംഘചേതനയായ DYFIയുടെ പോരാട്ടഭരിതവും ത്യാഗസുരഭിലവുമായ ചരിത്രപഥങ്ങൾ നമ്മുടെ നാടിന്റെ ഹൃദയഭൂമികയിൽ സമാനതകളില്ലാത്ത വിധം രജത ശോഭയായി നിലനിൽക്കുന്ന ഈ വർത്തമാന കാലത്ത് കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനെതിരെ, റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെ, കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തി 2024 ജനുവരി 20 അത്യുത്തര കേരളം മുതൽ അങ്ങനന്തപുരി വരെ DYFIയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കാലത്തിൻ പോർമുഖങ്ങളെ, തീയാളുന്ന ദീപശിഖകളെ.